സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ വൈറലായിട്ടുള്ള അതും ട്രെയിനിൽ നിന്ന് പാട്ട് പാടിയിട്ട് വൈറലായ ഒരാളെ എടുത്താണ് ഉള്ളത്. എന്താ പേര്? മുഹമ്മദ് റയാൻ. റയാന് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്ന് പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസുകൾക്ക് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് റയാനോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഇവിടെ നിന്ന് പാടിയത്? ഞാള് ആലപ്പുഴ പോയിട്ട് തിരിച്ചു വരുമ്പോ സാഹിത്യോത്സവന് ആലപ്പുഴ സാഹിത്യോത്സവന് പോയിട്ടില്ല. സാഹിത്യോത്സവന് പോയി തിരിച്ചു വരുമ്പോ ഉസ്താദ്മാരും ഞങ്ങളൊക്കെ കൂടിയിട്ട് മുട്ടിയിട്ട് പാടിയത് ട്രെയിനിൽ നിന്ന്. നല്ല അടിപൊളി പാട്ടേനു. എവിടെയായിട്ടാ വീട് വരുന്നത്? വീട് കല്ലാച്ചി വാണിമൽ. വാണിമല് നമ്മളെ അടുത്ത് തന്നെയാണ്, കുറ്റിയാടി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? വാണിമൽ MP സ്കൂൾ. പരിപാടിക്കെല്ലാം പാട്ട് പാടലും കാര്യങ്ങളെല്ലാം ഉണ്ടാ? കല്യാണ പോകണ്ട്. സ്റ്റേജ് പരിപാടിക്കെല്ലാം പാട്ട് പാടലുണ്ട് അത്യാവശ്യം അല്ലേ? അപ്പൊ ഇഞ്ച പാട്ട് നല്ല അടിപൊളിയായിട്ട് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണ് ഞാൻ കാണാൻ. രണ്ടുപേരും പാട്ട് ഞാൻ എന്തായാലും ഒന്ന് പാടിത്താ. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി, നല്ല യൂസുഫ് നബി പന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി, നല്ല യൂസുഫ് നബി പന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലവായി. മുർസലെന്നറിഞ്ഞു യാക്കൂബ് നബിക്ക് പിരിശപ്പുങ്കനിയായി, അപ്പോൾ മുറുമുറു പരിശമിൽ ഹൃദയത്തിൽ യൂസുഫ് സഹോദരർ കുളവായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകന യൂസുഫ് വരവായി, നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലവായി. പാട്ട് അടിപൊളിയായി. ഓക്കെ, അപ്പോൾ ഇത് തുടരണോ, എവിടെ നിന്ന് പോകരുത്. ഓക്കെ, അപ്പോൾ അന്ന് ട്രെയിനിൽ നിന്ന് പാടിയപ്പോൾ എന്തോ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? ട്രെയിനിലും പാട്ടിലൊന്നല്ല ഇഷ്യൂ, പിന്നെ എവിടെയാണ് ഇഷ്യൂ? കമന്റില് കുറച്ച് ആളുകൾ വന്ന് എന്താന്ന് പോലും അറിയാണ്ട് എന്തല്ലോ പറഞ്ഞില്ലേ, അതും ഇത്രയും ചെറിയൊരു മോന. എന്താ സംഭവം എന്നറിയാവാ? അതായത് ഇവര് ട്രെയിനിൽ ഒരു ബോഗി ഫുള്ള് ഏകദേശം ഇവര് തന്നെ, അതായത് 3-4 ആളുകൾ മാത്രമാണ് പുറത്തുള്ള ആളുകളുള്ളൂ. അതായത് ഒരു പരിപാടിക്ക് പോയ കുട്ടികളാണ് ഇവര്. അതിൽ പുറത്തു നിന്നുള്ള ആളുകൾ 3-4 ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ സമ്മതത്തോടു കൂടെ അവരെ സപ്പോർട്ടോടു കൂടെ പാടിയ 2-3 പാട്ടുകൾ നല്ല അടിപൊളിയായിട്ട്. എല്ലാവരും അവരുടെ കൂടെ നിന്നിട്ട് ആസ്വദിക്കുന്ന അതെല്ലാം ആ വീഡിയോയിൽ തന്നെ കാണാം. അപ്പോൾ ആ പാട്ടിന് അടിയിൽ വന്ന കമൻറ്റുകൾ ഇത്രയും മോശപ്പെട്ട കമൻറ്റുകൾ, കാരണം അതൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തന്നെ സംശയം. കാരണം അത്രയും മോശപ്പെട്ട കമൻറ്റുകളാണേ ഉള്ളത്. അപ്പോൾ അവരോട് പറയാനുള്ളത്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ടാവും, ഒന്നും നോക്കണ്ട, തളരരുത്, പാട്ട് കണ്ടിന്യൂ ചെയ്യണം. എന്തായാലും നല്ല അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറും. ഓക്കെ, പാട്ട് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് മുട്ടായി, ലേസ്, വേറെന്തെല്ലാം കൊണ്ട് തന്നെ വെള്ളം കാര്യങ്ങളെല്ലാം അവരാ ഇവർക്ക് കൊണ്ട് കൊടുത്തത്. 2-3 പേരാണ് പുറത്തുള്ളവരുള്ളൂ, അവരാ ഇവരെ പ്രോത്സാഹിപ്പിച്ചത് ഈ പാട്ട് പാടാൻ തന്നെ. അപ്പോൾ ഒന്നും അറിയാണ്ട് വെറുതെ എന്തെങ്കിലും പറയാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ മക്കളെല്ലാം നല്ല അടിപൊളി പാട്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് വരും. അപ്പോൾ ഓരോ പൂർണ്ണ സപ്പോർട്ടോടുകൂടെ മുന്നോട്ട് നയിക്കുക ചെയ്യേണ്ടത്. രണ്ടുപേരും പാട്ട് ഞാൻ എന്തായാലും ഒന്ന് പാടിത്താ. കുഞ്ചല്ലേ കുഞ്ചല്ലേ പെണ്ണേ നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണേ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണേ, എടി ലൈലേ ലൈലേ നിൻ ചാരത്ത് വന്ന് ഞാൻ നിൽക്കും, നിന്റെ മാറത്ത് താലി ഞാൻ ചാർത്തും, ആ കവിളത്ത് മുത്തം ഞാൻ നൽകും. എടി ലൈലേ ലൈലേ നിന്നെ കണ്ട നാട് തൊട്ട് എൻ്റെ കൽബിനുള്ളിലെന്നും ഒരു പൂങ്കിനാ ഉദിച്ചു, അത് സ്നേഹമായില്ലേ. ലൈല ലൈല എൻ്റെ ലൈല ലൈല പൊന്നു ലൈലേ ലൈലേ നീ എൻ്റേതല്ലേ. കൈസേ കൈസേ എൻ്റെ കൈസേ കൈസേ പൊന്നു കൈസേ കൈസേ ഞാൻ നിൻ്റേതല്ലേ. കുഞ്ചല്ലേ കുഞ്ചല്ലേ പെണ്ണേ നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണേ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണേ, എടി ലൈലേ ലൈലേ. അടിപൊളി, ഒരു രക്ഷയില്ല.